ഹലോ ഫ്രണ്ട്സ്, ഫുഡ് ഫോർ പീപ്പിളിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിന്ന് ഒരു അടിപൊളി മൈസൂർ പാക്ക് ഉണ്ടാക്കാൻ പോവാണ്. ആദ്യം കടലമാവ് വറുത്തെടുക്കുക. കടലമാവ് അപ്പം നമ്മളിവിടെ പാതിയ വറുത്തെടുക്കാൻ പോകുന്നത്. വറുത്തെടുക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കടലമാവിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയാണ് നമ്മളിത് വറുത്തെടുക്കുന്നത്. അപ്പോൾ നന്നായി വറുത്തെടുത്ത് ഈ കടലമാവ് നമുക്ക് ഈ പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമുക്ക് അടുത്ത റൗണ്ട് കടലമാവ് ഒന്ന് കൊടുത്തിടുക. നന്നായി വറുത്തെടുക്കുക. ആദ്യം വറുത്തെടുത്ത കടലമാവ് ഒന്ന് അരച്ചെടുക്കുക. നമ്മൾ ചട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നെയ്യൊന്ന് ചൂടാക്കി എടുക്കാം. ചൂടാക്കി എടുത്ത നെയ്യ് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റിയിടാം. അപ്പോൾ നമ്മൾ വറുത്തെടുത്ത ഈ കടലമാവിലേക്ക് ഈ നെയ്യൊന്ന് നമുക്ക് ഒഴിച്ച് നമുക്ക് ദോശമാവ് പോലെ ആക്കിയെടുക്കാം. നമ്മൾ നന്നായി ഇതൊന്നും ഇങ്ങനെ മിക്സ് ചെയ്യണം, എന്നാലേ ഇതിൻ്റെ കട്ടകൾ പോവുള്ളൂ. എന്നിട്ട് ഇതാ ഇങ്ങനെ, ആഹാ എന്താ സംഭവം. പഞ്ചസാര പാവ് തയ്യാറാക്കി എടുക്കുക. ഇനി അല്പം വെള്ളം. അപ്പോൾ നമ്മൾ പഞ്ചസാര പാവ് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം നന്നായിട്ട്. അപ്പോൾ ഇത് ഇളക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒറ്റനൂൽ പരുവമായിട്ട് ഇത് കിട്ടുന്ന വരെ നമ്മളിങ്ങനെ ഇളക്കണം. ഇങ്ങനെ ആക്കുമ്പോൾ ഒരു നൂലിങ്ങനെ വരും. അപ്പോൾ അതുപോലെ ആക്കണം. ആയിട്ടില്ല, പാവ് വെയിറ്റ് ചെയ്യുക. ഒറ്റനൂൽ പരുവം എന്താ ഇങ്ങനെ ഒറ്റനൂൽ പരുവമായിട്ടുണ്ട്. ഇനി നമുക്ക് ആ ബാറ്റർ നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. ചന്തം പറഞ്ഞ ഇതാണ് ബ്യൂട്ടിഫുൾ. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് അടി പിടിക്കാണ്ട് നന്നായി നമുക്ക് ഇതൊന്ന് ഇളക്കിക്കൊണ്ടേയിരിക്കാം. ഒരു 15 മിനിറ്റ് ഇളക്കണം അല്ലേ? അപ്പോൾ നമ്മളിതിങ്ങനെ ഇളക്കുന്നതിൻ്റെ കൂടെ തന്നെ നെയ്യ് ഇങ്ങനെ ഒഴിച്ചുകൊണ്ടേയിരിക്കണം. ചൂടാറാൻ സമയം കൊടുക്കാതെ തന്നെ നമ്മളിത് ഒരു ട്രേയിലേക്ക് മാറ്റണം. അപ്പം നെയ്യ് ജസ്റ്റ് നമ്മളിതിന് മേലെ ഒന്ന് ഒഴിച്ചിട്ടുണ്ട്. ഒരു ഫ്ലാറ്റായി നിൽക്കും.
അപ്പം നമ്മളുണ്ടാക്കിയ മൈസൂർ പാക്ക് 3 ട്രേ കറക്റ്റ്. അപ്പോൾ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. കറക്റ്റ് എല്ലാം ഈക്വൽ ഷേപ്പായിട്ട് കട്ട് ചെയ്യണം. കട്ട് ചെയ്ത് അങ്ങനെ എടുക്കുക. എന്താ മോനെ ഇതിങ്ങനെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഒരളവിന് വേണ്ടി നമ്മൾ മേലെ ജസ്റ്റ് വരയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഏകദേശം മൈസൂർ പാക്കിൻ്റെ ഷേപ്പായിട്ട് നമുക്കിന്ന് മറിച്ചിട്ടുള്ളൂ. ട്രൈ എടുക്കാമല്ലേ മൈസൂർ പാക്കിന് ശേഷം നമുക്ക് ഈ ബട്ടർ പേപ്പർ പതുക്കി എങ്ങനെ എടുക്കാം. ഇപ്പം തന്നെ ഇങ്ങനെ പോയി. പെർഫെക്റ്റ് മൈസൂർ പാക്ക്. അടുത്ത് നമുക്ക് ഇതിനെ ഓരോ പീസാക്കിയിട്ട് ഇങ്ങനെ എടുക്കാം. അടിപൊളി. ആഹാ അപ്പോൾ നമ്മുടെ മൈസൂർ പാക്ക് റെഡി ആയിട്ടുണ്ട്. മൈസൂർ പാക്ക് ആയതുകൊണ്ട് നമ്മളിവിടെ ഒരു കോട്ട റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ കോട്ടയൊന്ന് എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ സുഹേലേ? ഓക്കെ. കോട്ടയെന്ന് ഒരു അപ്പോൾ ഇതിനേക്കാളും വലുതാക്കിയിട്ട് വെച്ചതായിരുന്നു, സത്യമായിട്ട് പൊട്ടിപ്പോയി. സോലായിന് കൈ തട്ടി. പിന്നെ എല്ലാം നമ്മൾ അളവിന് എടുത്തതുകൊണ്ട് കറക്റ്റ് മധുരമൊക്കെ നല്ല കറക്റ്റ് ഉണ്ട്. കടയിൽ കിട്ടുന്ന മൈസൂർ പാനേക്കാളും പൊളി. അലിഞ്ഞു പോണില്ല. ആസ്വദിച്ച് തിന്നണം. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് 1.5 ലിറ്റർ വെള്ളം നമ്മൾ ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 കിലോ കടലമാവ്, പിന്നെ അതുപോലെ 2 ലിറ്റർ നെയ്യും, പിന്നെ 2 കിലോ പഞ്ചസാര, പിന്നെ ഒന്നുമില്ല. അപ്പോൾ കൂടുതൽ ഏജ് ചെയ്താൽ മപ്പടിക്കും. ഇപ്പോൾ തന്നെ മപ്പടിക്കാൻ തുടങ്ങി 1 ഏജ് തന്നെ. അപ്പോൾ നമുക്ക് മൈൻഡപ്പ് ചെയ്യാം. സ്വലാ ഡോസ് അടിച്ചിട്ടിരിക്കണം. സ്വലാ രണ്ടാമത്തേത്. അപ്പോൾ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയാലേ നമ്മളിരുന്ന വീഡിയോസ് എല്ലാം ചടപട്ടേന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പം ഇനി അടിപൊളി റെസിപ്പിയുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.